ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റൊക്കെ വന്നു അല്ലേ? എക്സാം ഡേറ്റൊക്കെ വന്നു, കൗണ്ട് ഡൗണൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, സ്റ്റഡി പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയായിരിക്കും. പക്ഷേ എനിക്കറിയാം, ഇത് പറയുമ്പോഴും കുറേ പേര് പറയും, അയ്യോ ഇല്ല മിസ്, ഞങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ടെൻഷനിലാണ്, ഡേറ്റ് മാറ്റി, അത് പഠിക്കണോ ഇത് പഠിക്കണോ അങ്ങനെ ഇരിക്കുകയാണ്, ബാക്ക്ലോഗ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ടെൻഷനിലാണ് അല്ലേ? ഓക്കെ, എനിക്കറിയാം എൻ്റെ മക്കൾ അങ്ങനെ അത്രയും ആ ഒരു കാര്യങ്ങളിലൂടെ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒന്നിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ എടുക്കേണ്ട. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ എന്താണോ നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ്, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് എൻ്റെ മക്കൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പഠിക്കുക. കാരണം നമ്മളത് അപ്ലൈ ചെയ്തു അല്ലേ, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾ അതിനു വേണ്ടി പഠിക്കുക. ആ സമയത്ത് നമ്മൾ ഡബിൾ മൈൻഡഡ് ആയിട്ട് ഇരിക്കുകയാണോ, അയ്യോ ഞാൻ ഇത് പഠിച്ചിട്ടില്ല, ഞാൻ അത് പഠിച്ചിട്ടില്ല, ഫുൾ ടെൻഷനാണ്, എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി ഇത് പോയി. അപ്പോൾ എന്താ പറ്റാമെന്നറിയാമോ, ഓൾറെഡി നമ്മുടെ +2ൻ്റെ ടൈം പോവും. പിന്നെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഈ ടെൻഷൻ എടുത്താൽ നടക്കില്ല. അപ്പോൾ എൻ്റെ കുട്ടികൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പഠിക്കുക. പക്ഷേ +2നെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഉപേക്ഷിക്കാതിരിക്കുക. നിങ്ങൾ എന്തായാലും കുറച്ചെങ്കിലും ഇതിൻ്റെ കൂടെ +2 കൂടെ നോക്കുന്നുണ്ടെന്നുള്ളത് കാര്യം ഉറപ്പിക്കുക. കാരണം ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിരുന്ന ക്ലാസ്സുകളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തെങ്കിലും നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് പഠിച്ചിട്ട് ബാക്കി എന്ത് ചെയ്യുക, നമ്മൾ +2 നോക്കാം. ചിലപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ഉറക്കം കുറയും, ചിലപ്പോൾ നമ്മൾ രാവിലെ ഒത്തിരി നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും, അല്ലെങ്കിൽ രാത്രി നമ്മൾ ലേറ്റായിട്ട് പഠിക്കേണ്ടി വരും. അതിപ്പോൾ കുറച്ച് നേരത്തേക്ക് കുഴപ്പമില്ല, പക്ഷേ എക്സാം ടൈമിൽ നമ്മൾ അങ്ങനെ ഉറക്കം ഒഴിക്കാതെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. പിന്നെ ആ സമയത്തുള്ള ടെൻഷനും സ്ട്രെസ്സൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം എന്ന് വിചാരിച്ച ഉറക്കം തീരെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. ഒരു 6 hours എങ്കിലും മിനിമം നിങ്ങൾ ഇപ്പോൾ ഉറങ്ങുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാം. ഓക്കെ, പിന്നെ ചില ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ, മിസ് ഞാൻ അപ്ലൈ ചെയ്ത് പോയി, അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇത് വേണ്ടിയിരുന്നില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ എന്ത് ചെയ്യുക, +2 കോൺസെൻട്രേറ്റ് ചെയ്യുക. ഏതായാലും അപ്ലൈ ചെയ്തു, പൈസ അടച്ചു, ഫോമൊക്കെ ഫില്ല് ചെയ്തു, ഒന്ന് എഴുതി പോരും. നമ്മുടെ ബെസ്റ്റ് ആയിട്ടല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബിലെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഭാഗം ക്ലിയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ബാച്ചിലെ മക്കളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ യൂട്യൂബിലെ ക്ലാസ് കണ്ട് സമയം കളയേണ്ട, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. കാരണം കോൺസെപ്റ്റ് ഓൾറെഡി സെറ്റാണല്ലോ, നമ്മൾ പഠിച്ച് എക്സാം എഴുതിയ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ PYQs പ്രാക്ടീസ് ചെയ്താൽ മതി. PYQസിലെല്ലാം ഉണ്ട്, എല്ലാ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എല്ലാം കവർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അത് മാത്രം അതിലൊരു 1 hour മാക്സിമം എടുക്കണ്ടാവുള്ളൂ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയുന്നത് കൊണ്ട് നമുക്ക് വേഗം പഠിച്ചു പോകാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നോട്ട്സ് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ നമുക്ക് ആ ടൈം കൊടുക്കുന്നത് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് +2ൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇനി ഇതൊന്നും അല്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, +2 മാത്രമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല കാര്യം, അതെൻ്റെ മക്കൾ സീരിയസ് ആയിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ വളരെ കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി. ഓക്കെ, ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും നമ്മുടെ മോഡൽ എക്സാമൊക്കെ വരും, പിന്നെ നമ്മുടെ പബ്ലിക് എക്സാമൊക്കെ വരും. ഇനി ഒരു 4 മാസം അല്ലേ, കഷ്ടപ്പെട്ടൊന്ന് പഠിക്കാം. ഓക്കെ, അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പോൾ ഇത്രയും മാസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ആണ് പ്രശ്നം, ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സ് ഒന്നും ഓർമ്മയില്ല, ഇനിയുള്ളത് ഞാൻ പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് നമ്മുടെ ഒരേ ബാച്ചിൽ ധൈര്യമായിട്ട് കയറി വരാം. കാരണം ഓൾറെഡി ഉള്ള ആൾക്കാരാണെങ്കിൽ എനിക്കറിയാം ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സിനൊന്നും ഒരു പ്രശ്നവും പറ്റിയിട്ടുണ്ടാവില്ല, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ടാകും. ഇപ്പോൾ നമ്മളുടെ ഓണപരീക്ഷയ്ക്ക് എഴുതി സക്സസ്ഫുള്ളായി എന്നുള്ളൊരു സന്തോഷത്തോടെയും കോൺഫിഡൻസോടെയും ഇരിക്കുന്നുണ്ടാവും. ഇനി അതല്ല പുതിയതായിട്ട് ജോയിൻ ചെയ്ത മക്കളാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇനിയുള്ള ചാപ്റ്റേഴ്സ് നമ്മുടെ ബാച്ചിലെ ടൈം ടേബിളും കാര്യങ്ങളുടെയും കൂടെ തന്നെ കൊണ്ടുപോകാം. ഓക്കെ, ഇനിയുള്ള ചാപ്റ്റേഴ്സ് അങ്ങനെ തന്നെ കൊണ്ടുപോവാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റേഴ്സോ, എൻ്റെ കുട്ടിയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്ലോഗ് സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ബാക്ക്ലോഗ് സീരീസിലാണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ എടുത്തു തരും. അതിനൊരു പ്രത്യേകിച്ച് ടൈമും ഉണ്ട്, ആ ടൈമിൽ നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പം നമ്മുടെ ആദ്യത്തെ ചാപ്റ്റേഴ്സും കവറായി കിട്ടും, പിന്നെ നമ്മുടെ ഒരേ ബാച്ചിൻ്റെ കൂടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ടെൻഷൻ അവിടെ മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ എൻ്റെ മക്കൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ ടെൻഷൻ അടിച്ച് ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് കുറേ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. നിങ്ങളുടെ ടെൻഷനൊക്കെ മാറ്റിത്തരാനും നിങ്ങളുടെ ടെൻഷനൊക്കെ എടുത്ത് നിങ്ങളൊന്ന് ന്യൂട്രലാക്കി നിങ്ങളൊന്ന് ബേസിക്കലി നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരേ ബാച്ചിലുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾ ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഒരേ ബാച്ചിലില്ല,
എന്ത് ചെയ്യും മിസ്? UYARE ബാച്ചിലുള്ളവർക്ക് മാത്രമാണോ ടെൻഷൻ മാറാൻ പറ്റുക? അല്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് ക്ലാസ്സുകളും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളല്ലാതെ നോർമലായിട്ട് നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, കീപ് ഗോയിങ്. അതല്ല ടെൻഷനുണ്ട്, പ്രശ്നമുണ്ട്, പഠിക്കാൻ പറ്റണില്ല എന്നാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഇനി ഓൾറെഡി ബാച്ചിലുള്ള മക്കളാണെങ്കിൽ കോൺഫിഡൻസോടുകൂടി തന്നെ പോവുക. കാരണം നിങ്ങൾക്ക് കോൺഫിഡൻസ് ലൂസ് ചെയ്യേണ്ട ഒരു പ്രശ്നവുമില്ല. കാരണം നിങ്ങൾ പഠിക്കുന്നുണ്ട് മക്കളെ. പഠിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്താണ് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് എന്തായാലും അത് നിങ്ങളുടെ എക്സാമിന് എഴുതാൻ പറ്റും. ഇപ്പം നമുക്ക് തോന്നും ഇത് ഞാൻ പഠിച്ചത് മറന്നു പോകുന്ന പോലെ തോന്നുക. പെട്ടെന്ന് പേപ്പർ എടുക്കുമ്പോൾ അയ്യോ അത് ഞാൻ പഠിച്ചിട്ടില്ല, ഇത് ആദ്യമായിട്ട് കാണുന്നതാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ തോന്നില്ല. എക്സാമിൻ്റെ സമയത്ത് എൻ്റെ മക്കൾക്ക് അത് ഓർമ്മ വരും. അത് ഒത്തിരി തവണ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ മിസ്സും അതിലൂടെ പോയിട്ടുണ്ട്. അപ്പം +1ഉം +2ഉം ഡിഗ്രിയും PGയും എല്ലാം എക്സാം എഴുതുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും ഒക്കെ എന്താണ് ഈ ഒരു ടെൻഷൻ ഉണ്ടാവും. അയ്യോ പഠിച്ചതൊക്കെ മറന്നുപോയി, 2 ദിവസം മുന്നേ നേരത്തെ വായിച്ചതുപോലെ ഇപ്പോൾ ഓർമ്മ കിട്ടണില്ലല്ലോ. പക്ഷേ അത് ടെൻഷൻ കൂടുമ്പം നമ്മൾ ബ്ലാങ്ക് ആയി പോകുന്നതാണ്. നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒരു ടെൻഷനും വേണ്ട. നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിക്കുക, എനിക്ക് കിട്ടും, എനിക്ക് ഓർമ്മ വരും, എൻ്റെ ബ്രെയിൻ സൂപ്പർ ബ്രെയിനാണ്, ഞാൻ പഠിച്ചതൊക്കെ അല്ലേ. സൂപ്പർ ബ്രെയിനാണെന്ന് പറഞ്ഞാൽ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ബ്രെയിനൊന്നും തരാനുണ്ടാവില്ല കേട്ടോ. നല്ലപോലെ പഠിക്കുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എൻ്റെ മക്കൾക്ക് ഞങ്ങൾ കൂടി തന്നെ ഉണ്ടാകും. ഇപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ നമ്മുടെ UYARE ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ബാക്ക്ലോഗ് സീരീസ് ഉണ്ടാവും. ഇപ്പോൾ ഉള്ള ക്ലാസ്സുകൾ ലൈവായി നിങ്ങൾക്ക് കാണാനും പറ്റും. ബാക്ക്ലോഗ് സീരീസ് ലൈവായിട്ട് തന്നെ കിട്ടും. ക്രിസ്മസ് എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞ് റിവിഷൻ സീരീസ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മുടെ മോഡൽ എക്സാം തകർത്തെഴുതാം, പബ്ലിക് എക്സാം തകർത്തെഴുതാം, ബുക്ക് സെറ്റ് ഉണ്ട്, നമ്മുടെ ടീച്ചേഴ്സ് എഴുതിയ നോട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു +2 സ്റ്റുഡൻറ്റിന് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട്. ടെൻഷൻ മാറുമോ? എന്തായാലും മാറും. സോ റിലാക്സ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഞങ്ങളെല്ലാവരും കൂടെ തന്നെയുണ്ട്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.